ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ലോങ് വീഡിയോ കണ്ടു വന്നാലോ? കുറേ ദിവസമായി ഇപ്പോൾ ലോങ് വീഡിയോ കിട്ടിയിട്ട്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഇന്നൊരു അടിപൊളി കിടിലം വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് തൃശ്ശൂരാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഞങ്ങൾ എന്നും പ്ലാനിങ് ആണ്. ഇൻസ്റ്റയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസ് അയക്കലും, ഇന്ന സ്ഥലത്തേക്ക് പോവാം, ഫുഡ് കഴിക്കാൻ പോവാം, എന്നും പ്ലാനിങ് ആണ് കേട്ടോ. അത് ചില സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് കുറേ ആയി ഞങ്ങൾ ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. പക്ഷേ ഇതുവരെ പ്ലാനിങ് മാത്രം ഉണ്ടായിട്ടുള്ളൂ, നമ്മൾ കാര്യത്തിലോട്ട് നമ്മൾ കടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടായൊരു തീരുമാനമാണ്. ഇത് തീരുമാനം ഉണ്ടാവാൻ ഒരു റീസണും കൂടി ഉണ്ട്. അത് നമുക്ക് എന്തായാലും വീഡിയോയിൽ നമുക്ക് പിന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയൊക്കെയാണ്. ഞാൻ, അന്നു, ചെപ്പു, എൻ്റെ സെയിം നെയിമുള്ള ഒരാളും കൂടി ഉണ്ട്. എൻ്റെ മാമാടെ മോളാണ്, പിന്നെ കുഞ്ഞുമാടെ മോള്, ഞങ്ങൾ മക്കൾ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. മദറിൽ അവർ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചാവക്കാടുക്ക് വന്നു. ഞാനും ചെപ്പുട്ടി, അന്നു, സീൻതാൻറ്റി, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചാവക്കാട് വന്നു. അവിടുന്ന് ഞങ്ങൾ ബസ് കയറി. പിന്നെ മറ്റൊരു തൃശ്ശൂർ ഓൾറെഡി അവരുടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവരെ പിന്നെ വെയിറ്റ് ചെയ്യാൻ ഉണ്ടാക്കണം വന്നില്ല. അവർ നേരെ ഹോസ്പിറ്റലിൽ നേരെ ഇങ്ങോട്ട് കാട്ടോ വന്നത്. പിന്നെ നമ്മൾ കയറിയപ്പോൾ കുറേ കാലമായി എക്സ്പ്രഷനൊക്കെ പോയിട്ടും ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഇപ്പോൾ കുറേ ആയിട്ടോ. പണ്ടാണ് ഇങ്ങനെ ഗുരുവായൂർ എക്സ്പ്രഷനും അങ്ങനെ മറ്റുള്ള, ഇപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി പോകാറുള്ളത് കുറേ ആയിട്ടോ. അപ്പോൾ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ടാസ്ക് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ അന്നതൊക്കെ വേണം. പക്ഷെ ആദ്യം അങ്ങനെ പറഞ്ഞൊന്നുമില്ല. അത് പിന്നെ പൊതുവെ അങ്ങനെ പറയാറില്ല കേട്ടോ. എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ വല്ലാണ്ടായിട്ട് എന്നെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല, മാഷാഅല്ലാഹ്. പക്ഷേ എല്ലാം ബേബിക്ക് പിന്നെ എല്ലാം വേണം. പക്ഷെ മേടിച്ച് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിന്നോളൂ കേട്ടോ. അത് ഒരു കണക്കിന് എൻ്റെ ഒരു ലക്ക് തന്നെയാണ് കേട്ടോ. കാരണം കുട്ടികൾ അങ്ങനെ ആയത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കും പോകാൻ ഭയങ്കര ചടപ്പാവും. കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ സീനാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വന്നിട്ട്. അങ്ങനെയുള്ള കുറേയൊക്കെ നടന്ന് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ നേരെ വന്നത് ജ്യൂസ് കുടിക്കാനാണ് കേട്ടോ. ഞങ്ങൾ മിൽക്ക് സർവത്ത് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മേടിച്ചു. എനിക്ക് മേടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മറ്റവരൊക്കെ നടന്നു. ഞാനും അന്നും ചെപ്പട്ടിയും കൂടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരുപാട് കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒരുപാട് കാണാൻ മീൻസ് നമുക്ക് ഒരുപാട് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അവിടത്തേനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ റേറ്റ് കൂടുതൽ തന്നെയാണ്. നമ്മുടെ അവിടത്തേനേക്കാളും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ട്രെയിനിൽ പോവാം. റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഇല്ലേ? പറ്റിച്ചില്ലേ? ഇല്ലേ? പോയി കൊടുക്കൾക്ക് പുറത്ത് തന്നിട്ടില്ലാന്നറിയാ. പറയാ ജ്യൂസ് കുടിക്കാൻ ട്രെയിനിൽ പോവാ. അല്ല ചെപ്പട്ടി, നമുക്ക് ഇതിൽ കയറിയാലോ? അതിൽ കയറിയാലോ? വാടി കയറി ചെപ്പട്ടിയെ. ഇതിൽ നല്ല രസാവൂലേ? അയാൾക്കൊരു ഹരടി കുട്ടികളെ കരച്ചിലേക്കുമ്പോ ഇത് കൂടുതലും അറിയണം. അപ്പൊ നമുക്ക് ഇതിൽ കയറാം. അതിങ്ങനെ ആക്കണടി. അതന്നെ പറയാം, നമുക്ക് ഇതിൽ കയറാം. അല്ലാ
അല്ലടി ഇവിടെ ഇതിലിട്ട് കയറിക്കാനെ കുറെ നഗ്ന സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഇതില് കയറാം വീഡിയോ എടുക്കാം. ഇതോടെ കഴിഞ്ഞു ഞാൻ ഇത് തിരുന്നില്ല ഛർദിക്കാൻ വരും. നമ്മളെ വഞ്ചിയിൽ കയറിയത് അടിപൊളിയത്. ആ റൈഡിൽ കയറിയത് നമ്മുടെ ചെപ്പുട്ടി അവിടെ നിന്നിട്ട് അന്നു സെൻറ്ററിൽ ഞാനും ചെപ്പുട്ടിയും അപ്പുറം ഇപ്പുറം ഇരുന്നതാണ് കേട്ടോ. അന്നുവിനെ പിടിച്ച് പിടിച്ച് കിടന്നിട്ട് ഓളിട്ടായിരുന്നാണ് കേട്ടോ. നമ്മുടെ ചെപ്പുട്ടി അവിടെ കിടന്നിട്ട് എന്താ പറയുക കുറേ പൊറുക്കലിന് വേണ്ടി കുറേ ഇത് തേടിയായിരുന്നാണ് കേട്ടോ. ഉമ്മ പൊറുക്കുമ്മ ഉമ്മ അല്ല കിടന്നിട്ട് അതൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര മിസ്സായിപ്പോയി. കാരണം ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ ചിലപ്പോൾ ഫോൺ എടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ഞാൻ ഫോണിൽ എടുക്കുകയും ചെയ്തില്ല, വീഡിയോ എടുത്തില്ല കേട്ടോ. ഇതിൽ പിന്നെ മൂപ്പരാൾ കയറിയില്ല കേട്ടോ. ഇതിൽ ഞാനും അന്നും കൂടിയിട്ടാണ് കയറിയത്. ഇതും ഭയങ്കര ഞാൻ ഇതിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. മറ്റേതൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. പെരടി നമ്മൾ ഫ്രീ ആയിട്ട് പെരടി വേദന മേടിക്കണ പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത്. കാരണം എനിക്ക് പെരടിക്ക് ഞാൻ ഇവിടെ നോക്കിയാൽ പിന്നെ തലമൊക്കെ വേറെ സ്ഥലത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പെരടി ഭയങ്കരമായിട്ട് വേദന ഒക്കെ തോന്നി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേനും ഛർദ്ദിക്കാനും വരണ പോലെ എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ആദമിനെ എല്ലാവരും ഒന്നിലും കയറ്റാണ്ട് കൊടുന്നത് ശരിയല്ലല്ലോ. കുട്ടികളെ വേറൊരു ഇതിൽ മറ്റേതിലൊക്കെ കയറി പിന്നെ ഇതിൽ ഞങ്ങളും കൂടി കയറിട്ടോ കുട്ടികളുടെ കൂടെ. അങ്ങനെ ആ റൈഡും കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി നല്ല കരിമ്പും ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഉമ്മ കുഞ്ഞുമ്മ സീൻതാൻറ്റി ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ നടന്നു വന്നപ്പോൾ നല്ല കരിമ്പും ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരുപാട് ഫുഡ് കഴിക്കണ കുറേ സ്പോട്ടുണ്ട്. ഞങ്ങൾ ഐസ്ക്രീമും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കഴിച്ചിട്ടോ. കുറേ ഒന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ. ഒരാൾക്ക് വഞ്ചിയിൽ കയറിയ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് ഒടിച്ചിട്ട് വേണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടോ. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ കാരണം ഞങ്ങൾ ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവരെല്ലാവരും കഴിച്ചു. ഉമ്മയും സിന്താനും കുഞ്ഞും എല്ലാവരും കഴിച്ചു. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ റൈഡിൽ കയറുമ്പോൾ ഛർദ്ദിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസാലപ്പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വന്നിട്ട് മഞ്ചൂരിയാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടുവച്ച സ്ഥലത്ത് നിന്നല്ല ഞാൻ കഴിച്ചതും അതുപോലെ തന്നെ എനിക്ക് വലിയ ടേസ്റ്റും തോന്നിയില്ല. അതുപോലെ തന്നെ പറഞ്ഞ സാധനമല്ല നമുക്ക് കിട്ടിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടുത്തെ ചെറിയൊരു മ്യൂസിയം ഒരു ഇതുപോലെ കണ്ടു. അപ്പോൾ അവിടെ കയറിയിട്ട് ഇതൊക്കെ കണ്ടു കേട്ടോ. ഇത് കണ്ടപ്പോൾ കയറേണ്ടിയിരുന്നില്ല എന്നായിട്ട് എന്തോ പോലെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ കയറിയപ്പോൾ എന്തോ പോലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഞങ്ങൾ ശോഭയത്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ്. പക്ഷേ ഇങ്ങനെ വന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കഴിക്കാൻ നോക്കിട്ടോ. കഴിക്കണം അപ്പോൾ വലിയതൊന്നും തോന്നിയില്ല. അവിടുത്തെ അത്ര ഭംഗിയൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരെണ്ണം കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. മേടിച്ച് കഴിച്ചപ്പോൾ ഭയങ്കര എരിവായിരുന്നു കേട്ടോ. ആ ഒരെണ്ണം തന്നെ ഞങ്ങൾ 3 നേരം കൂടി കഴിച്ചു. നാച്ചുറലി മാമി തരും കുടിക്ക്. ഇപ്പൊ തന്നെ പാട്ടിന്റെ ഒറ്റയിൽ കുടിച്ചോ അങ്ങനെ കുടിക്കാൻ ടേസ്റ്റ് അതെല്ലാം കുടിച്ചിട്ട് ഈ ലാസ്റ്റ് കുടിച്ച സാധനം എന്താ പോലെ ഞാനത് ഒറ്റ വലിക്ക് കുടിച്ച് തീർത്ത്. അല്ലാണ്ട് വെറുതെ നമ്മൾ മേടിച്ചിട്ട് വെറുതെ കളയാൻ എനിക്ക് എന്തെങ്കിലും മേടിച്ചതിനെ കളയാൻ ഭയങ്കര വിഷമേ. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കഴിക്കട്ടോ. അങ്ങനെ ഞാനത് ഒറ്റ വലിക്ക് ഞാൻ കുടിച്ചിട്ട് ഞാനത് കലാസ് ചെയ്തു. പക്ഷെ അതെന്തോ പോലെ അവർ പറഞ്ഞ എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടോ. പക്ഷേ നമ്മൾ വെറുതെ കണ്ടപ്പോൾ വെറുതെ ടേസ്റ്റ് ചെയ്തൊക്കെ വേണ്ടി മേടിച്ചതായിരുന്നു.
എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു, നല്ല മഴക്കാരും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമല്ലേ കാണാൻ, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. തൃശ്ശൂരാണ് കേട്ടോ ഈ കാണുന്നത്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ക്ലൈമറ്റും. എന്നിട്ട് ഞങ്ങൾ അത് കുടിച്ചതിന് ശേഷം ഞങ്ങൾ വേറൊരു സാധനം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മേലേക്ക് ഇനി എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, ഇതാണ് നമ്മൾ തൃശ്ശൂർ അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത്, അതിന് മേലേക്ക് എന്തെങ്കിലും നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ എന്തോ കാന്താരി നെല്ലിക്ക ജ്യൂസോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നില്ലേ, അതും മേടിച്ചൊരു പൈനാപ്പിൾ ജ്യൂസും മേടിച്ചിട്ടോ. പൈനാപ്പിൾ ജ്യൂസും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് എരിവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ചെപ്പട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമുക്ക് ഈ നല്ല നെല്ലിക്ക സംഭാരം കുടിച്ചിട്ട് നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് ബൈ.